കോടതി പറയും. നിങ്ങൾ സൃഷ്ടിക്കുന്നു. തെന്മല കമ്മിറ്റിയുടെ ഭാവി എന്താ? തെന്മലയും തേങ്ങാക്കൊലയും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും അതിന്റെ മുമ്പിലത്തെ തവണ വന്നപ്പോഴും താൻ ഈ ചോദ്യത്തിന് എന്നോട് ചോദിച്ചത്. വേറെ ഉണ്ടല്ലോ ഒരു വകുപ്പിന് 100 കമ്മിറ്റികള്, ഉന്നതാധികാര കമ്മിറ്റി, വിദ്യുത് ശക്തി തെളിവെടുപ്പ് കമ്മിറ്റി, സ്പിരിറ്റ് കമ്മിറ്റി, അതേക്കുറിച്ചൊക്കെ എഴുതുന്നില്ലേ? അതുപോലെ അടിസ്ഥാനമില്ലാത്ത ആരോപണം ഉന്നയിക്കരുത്. അതിനിവിടെ ഞങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അമ്മയിൽ എപ്പോഴുണ്ട്? അമ്മയിൽ നിങ്ങളിത് പോയി ചോദിക്കുക, അല്ലെങ്കിൽ അമ്മയിൽ നിന്ന് ഞാൻ ഇറങ്ങി വരുമ്പോ എന്നോട് ചോദിക്കുക. ചോദ്യം ചോദിച്ച ഒറ്റ തൊഴി വെച്ച് തരും. റാങ്ക് പറയും, അപ്പ കേട്ടാ മതി. റാങ്ക് കാണിക്കും, അപ്പ കണ്ടാ മതി. ഞാനിതൊരു വിശുദ്ധ, നിങ്ങൾക്ക് ഇതിന്റെ വിശുദ്ധി അറിയില്ല. ഞാൻ അവിടെ നിന്നാണ് ഇറങ്ങി വന്നിരിക്കുന്നത്. ഇതിനെ റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാനുണ്ടോ? ചോദിക്കൂ. അതെ, ആ സമയത്ത് അന്നസറി ക്വസ്റ്റ്യൻസ് ചോദിക്കരുത്. ഇവിടെ സംസാരിച്ച് നാവിലെ വെള്ളം വെച്ചിരിക്കാം. അല്ല സർ, എന്തെങ്കിലും പറയാതെ. ഓ, എന്റെ വായിൽ എന്തെങ്കിലും വീണ് കിട്ടിയിട്ട് വേണം അത് വളച്ചൊടിക്കാൻ അല്ലേ? ഞാൻ എന്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുമ്പോ എന്റെ ഓഫീസിനെ സംബന്ധിക്കുന്ന കാര്യം ചോദിക്കണം. എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോ എന്റെ വീട്ടിലെ കാര്യം ചോദിക്കണം. ഇങ്ങനെ മിണ്ടാൻ പറ്റാതെ നിൽക്കുന്നതിന് ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ? അണ്ണാക്കിലെ പിരിവെട്ടി. അമ്മ അസോസിയേഷനിൽ നിന്ന് ഞാൻ ഇറങ്ങി വരുന്ന സമയത്ത് നിങ്ങൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ ചോദിക്കും. അങ്ങനെ എന്നെ ഒഴിവാക്കാൻ ശ്രമിക്കരുത്. ഞാൻ കൊണ്ടിട്ടേ പോകും. പ്ലീസ്. ഇല്ലില്ല, ഇത് നിങ്ങളുടെ തീറ്റയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വെറുതെ അവന്റെ വാറ്റിക്കണ എന്തിനടാ കേൾക്കണേ? എന്റെ ഭാഗത്ത് തെറ്റുണ്ട്. ഞാനത് ചോദിക്കരുതായിരുന്നു. നിങ്ങളുടെ മീഡിയക്കുള്ള ഒരു തീറ്റയാണത്. നിങ്ങൾ അത് വെച്ച് കാശുണ്ടാക്കിക്കോളൂ, ഒരു കുഴപ്പമില്ല. ഇലനക്കി നായയുടെ ചിറുനക്കി നായെന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പൊ കണ്ടല്ലോ. ഇങ്ങനെ നക്കി തിന്നാതെ അധ്വാനിച്ച് ജീവിക്കണ. പക്ഷെ ഒരു വലിയ സംവിധാനത്തിന് തകിടം മറിക്കുകയാണ് നിങ്ങൾ. അങ്ങനെ പറയരുത്. എല്ലാവരും അങ്ങനെ കാണരുത്. എല്ലാവരും അത്രക്കാരല്ല. എന്റെ തൊഴിലിനോടുള്ള ആത്മാർത്ഥയാണ് ഒരു ചോദ്യം ചെയ്തിരിക്കുന്നത്. ഗ്യാസ് എന്ന് വെച്ച ഒരു സിലിണ്ടർ പോലെയാണ് ഇപ്പൊ എന്റെ മനസ്സ്. ഈ വിഷയങ്ങളെല്ലാം കോടതിയിലുണ്ടെങ്കിൽ കോടതിക്ക് ബുദ്ധിയുണ്ട്, കോടതിക്ക് യുക്തിയുണ്ട്, കോടതി തീരുമാനമെടുക്കുന്നു. പിള്ളേരല്ലേ പുണ്ണാക്കല്ലേ എന്ന് വിചാരിക്കും തോറും തലേ കയറി പൊറോട്ടടിക്കുക. തോന്നിവാസം അല്ലാതെന്താ? നിങ്ങളിത് ആടിനെ തമ്മിൽ തല്ലിച്ചിട്ട് ചോര കൂടി മാത്രമല്ല, നിങ്ങളൊരു സമൂഹത്തിന്റെ മാനസികാവസ്ഥയെ നിങ്ങൾ വഴിതെറ്റിച്ചു വിടുകയാണ്. അയ്യോ, ഇങ്ങനെയൊക്കെ പറഞ്ഞ എങ്ങനെ? ഞാൻ അങ്ങനെയുള്ള ഒരുത്തനാണോ? എല്ലാത്തിനും നാട്ടുകാർ എന്റെ മണ്ടക്കാരൻ പറഞ്ഞു. യോഗ അവസാനിച്ചിരിക്കുന്നു. എല്ലാവരും പിരിഞ്ഞു നോക്കോളൂ. ഇനി അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം.